മനസ്സ് പറയുന്നത് ഇവരുടെ വാ അടപ്പിക്കാൻ 10 പറഞ്ഞാലോ എന്നാ. പിന്നെ ഈ വീട്ടിൽ നിന്ന് എന്നേക്കുമായി ഇറങ്ങി പോയാലോ. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യുന്നേ, ഇറങ്ങി പൊക്കോ അവിടുന്ന്. പോയിട്ട് ഏതെങ്കിലും ഭ്രാന്താശുപത്രി പോയി അഡ്മിഷൻ എടുക്കാം. കാരണം നിനക്ക് ഭ്രാന്താണ് തോന്നൊക്കെ വിളിച്ചു പറയാണ്. നിന്റെ ദേഷ്യത്തിനെ കുറച്ചൊന്ന് നിയന്ത്രിച്ച് നിർത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും പരിശ്രമിച്ച് നടത്തിയ പ്ലാനൊക്കെ കുളമായി പോകും. അതെ, അത് തന്നെയല്ലേ ചെയ്തത്. പിന്നെ മറുപടി പറയാനുള്ള ശ്രമവും നടത്തിയിരുന്നു. പക്ഷെ ആ ബ്ലഡി കിരൺ, അവന്റെ ഒടുക്കത്തെ ഒരു തന്ത്രം കാരണം ഞാൻ ശരിക്കും പെട്ടുപോയി. എടിയാ, കുട്ടി കൂടി കളിക്കാന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ എന്നോട് ഇത്രയും മാത്രം പറ. നീ എങ്ങനെ സമ്മതിച്ചോ ആ നെക്ലസ് നിന്റെയാണെന്ന്? അയ്യോ, നീ എന്താ കേൾക്കാത്തെ? അതിന്റെ മറുപടി ഞാൻ കൊടുത്തു. പക്ഷെ ആ കിരൺ പറഞ്ഞു അത് പ്രീത ആ മാല അറിയാതെ ബാഗിലിട്ട് ഇവിടെ വരെ കൊണ്ടുവന്നെന്നാ. അപ്പൊ ഞാൻ പ്രീതയോട് ചൂടായി. ഉറക്കെ ദേഷ്യപ്പെട്ട് ഞാൻ പറഞ്ഞു അത് അവൾ എന്റെ മാല മോഷ്ടിച്ചെന്ന്. അപ്പൊ ഞാനത് സമ്മതിക്കുകയും ചെയ്തു. അത് ആ മാല എന്റേതാണെന്ന്. കിരൺ തിരിഞ്ഞു നോക്കി. അവൻ എല്ലാരോടും പറഞ്ഞു പ്രീതയ്ക്ക് ആ മാല നിന്റെ വണ്ടിന്നാ കിട്ടിയെന്ന്. പിന്നെ മുത്തശ്ശിയും കണ്ടതാ പ്രീത ആ വണ്ടിയിൽ നിന്ന് മാല എടുക്കുന്നത്. അതിനുശേഷം എനിക്ക് എന്റെ വാക്കിൽ നിന്ന് പിന്മാറാനും കഴിയില്ലല്ലോ. നിനക്കൊരു കാര്യം അറിയോ? ഇതെല്ലാം നിന്റെ തെറ്റാ. എന്താവശ്യം ഉണ്ടായിരുന്നു നിനക്ക് ആ പ്രീതയെ വണ്ടി കയറ്റാൻ? തെറ്റ് എന്റെയാണ് എപ്പോഴും തെറ്റെന്റെയാണ്. പിന്നെ നീ എന്താ ചെയ്യണം? ഒന്നുമില്ല. പിന്നെ എനിക്കെന്താ വെളിപാടുണ്ടാവോ നിന്റെ നെക്ലസ് എന്റെ കാറിൽ വീണു പോയെന്നുള്ള കാര്യം? പിന്നെ പ്രീതയെ എന്റെ കാറിൽ കൊണ്ടുപോയാൽ എന്താ കുഴപ്പം? അവളെന്റെ വുഡ്ബിയാണ്. എന്റെ കാറിൽ കൊണ്ടുപോകാതെ പിന്നെ ഞാനെന്താ വാടകை കാർ എടുത്തു വേണം അവളെ കൊണ്ടുപോകാൻ? തോന്നിയ മാസം വിളിച്ചു പറയുന്നു. തെറ്റ് എന്റെ അല്ല, തെറ്റ് നിന്റേത് മാത്രമാണ്. നിനക്ക് സമ്മതിക്കേണ്ട എന്ത് ആവശ്യമുണ്ടെന്ന് നെക്ലസ് നിന്റെയാണെന്ന് നിനക്കെന്തേലും കഥ പറഞ്ഞാൽ പോരായിരുന്നോ? പക്ഷെ ഇല്ല. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ശരിക്കും ട്രാപ്ഡായി, ശരിക്കും പെട്ടു. കാരണം നമ്പ്യാർമാർ എന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. ഇനി എന്താ ഉണ്ടാവുന്നറിയോ? ഇനി എന്നെ നമ്പ്യാർമാരുടെ വീട്ടിലെ കോടതിയിൽ പിടിച്ചങ്ങ് നിർത്തും. എന്നിട്ട് അവിടെ നമ്പ്യാർ വീട്ടിലെ കുടുംബത്തിലെ ഓരോ അംഗവും എഴുന്നേറ്റ് നിന്ന് ചോദ്യങ്ങളുടെ വെടി ഉണ്ട ഇങ്ങനെ വായിക്കും. അതിനുശേഷം എന്തുണ്ടാവുന്നറിയോ? എന്റെ കാര്യം തീരുമാനവും കൊട്ട പുകയാവും ഞാൻ. വേറൊരു വഴിയില്ലെങ്കിൽ അഥവാ ഓടണമെന്ന് വിചാരിച്ചാലും തിരിഞ്ഞോടാൻ പറ്റത്തില്ലല്ലോ. നീ അപ്പോ ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ ഫിനിഷ്ഡ്, തീർന്നു നമ്മുടെ കളി. ബേബി, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? എല്ലാം നന്നായിട്ട് പൊയ്ക്കൊണ്ടിരുന്നല്ലേ, പക്ഷെ പെട്ടെന്ന്. അമ്മ പൊയ്ക്കോ, ഞാൻ വരാം. Can I come in? രോഹിതേട്ടാ, വരൂ. എല്ലാവരും തന്നോട് ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും താൻ മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. കുഴപ്പമില്ല, പൃഥ്വിയെ വിളിച്ചിട്ടുണ്ടല്ലോ സത്യാവസ്ഥ അറിയാനായിട്ട്. ഷെൽ, ഞാനിവിടെ വന്നത് നിന്നോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനാണ്. എല്ലാവരുടെ മുമ്പിൽ വെച്ചത് ചോദിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് വന്നത്. നീ അതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി പറയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അഥവാ പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചറിയും. ശരി, ചോദിക്കും. ഷെളിന് ഒരു കാര്യം ഓർമ്മിച്ചോ, നീ പറയുന്ന എല്ലാം സത്യമായിരിക്കണം. ഇനി അഥവാ സത്യമല്ലെങ്കിൽ പിന്നെ ഞാൻ എന്റെ വഴിക്കായിരിക്കും കാര്യങ്ങൾ അന്വേഷിക്കുക. അങ്ങനെ അന്വേഷിക്കാനായിട്ട് എനിക്കധികം സമയമൊന്നും വേണ്ടെന്ന് നിനക്ക് നന്നായിട്ട് അറിയാലോ. സോ ഷെർലിൻ, ഐ ആം വെരി സീരിയസ് ഓൺ ദിസ്. ശരി. എന്നെ കാണുന്നതിന് മുമ്പ് തനിക്ക് പൃഥ്വിയെ പരിചയമുണ്ടായിരുന്നു. ഷെർലിൻ, ഐ ആം ആസ്കിംഗ് യു സംതിങ്. എന്നെ കാണുന്നതിന് മുമ്പ് തനിക്ക് പൃഥ്വിയെ പരിചയമുണ്ടായിരുന്നോ? ഇല്ല രോഹിതേട്ടാ, അത് ഞാൻ പൃഥ്വിയെ ആദ്യമായി കാണുന്നത് പ്രീതയുടെയും പൃഥ്വിയുടെയും നിശ്ചയത്തിന്റെ അന്ന് തന്നെയാ. ആർ യു ഷുവർ? അതെ. ഇപ്പൊ എന്ത് പുതിയ സംശയമാണോ ഇങ്ങയുടെ മനസ്സിൽ വന്നത്? സൃഷ്ടി, നീ ശരിക്കും നിന്റെ മുറി പെയിന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്ക് പെയിന്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ നിനക്കെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നീ പറഞ്ഞാ മതി. ഐ മീൻ, ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ. ഞാൻ തന്നെ ചെയ്തോളാം. പതുക്കെ പതുക്കെ അതങ്ങ് നടന്നോളും. എനിക്ക് നിന്നെ ബുദ്ധിമുട്ടിക്കാൻ ഒട്ടും താല്പര്യമില്ല. ഇല്ല സൃഷ്ടി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് ചോദിച്ചല്ല. ഇതില് ബുദ്ധിമുട്ടിന്റെ കാര്യം എന്താ ഉള്ളേ? ഒരു ബുദ്ധിമുട്ടുമില്ല.
തലയിൽ കെട്ടാനായിട്ട് എന്തെങ്കിലും തൂവാലയോ ഏപ്രാണോ ഉണ്ടോ? കൊണ്ടുവരാവോ? ആ, ആ, ഒരു മിനിറ്റ്, ഞാൻ എടുത്തോണ്ട് വരാം. വാ, വന്നിരിക്കെ, ഞാൻ ഇട്ടുതരാം. Sure. കെട്ടിക്കഴിഞ്ഞോ? മുത്തശ്ശിയുണ്ടല്ലോ, മുത്തശ്ശിക്ക് ഒന്നും മനസ്സിലാവത്തില്ല. എനിക്ക് ഈ കളർ ഇഷ്ടമാ, അതുകൊണ്ട് ഞാൻ ഈ കളർ തന്നെ അടിക്കും. വേറെ എന്തിനാ ഞാൻ അടിക്കുന്നത്? പക്ഷെ ഇവർക്കൊക്കെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ തന്നെയാ. എനിക്ക് എന്റെ റൂമിന് ഒരു ഫ്രഷ് ലുക്ക് വേണം, അത്രേ ഉള്ളൂ. സൃഷ്ടി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ അത് എനിക്കറിയാം നീ എന്താ പറയാൻ പോകുന്നെന്ന്. അത് പെയിന്റിംഗ് ആണ്, ഇത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ആരെങ്കിലും ഒക്കെ ചെയ്തല്ലേ പറ്റൂ. ആ ടേബിള് അതാ ഞാൻ പുറത്ത് വെക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്ന് എടുത്തോണ്ട് പോണം. നിന്റെ ചായ, ഞാനൊരു കാര്യം. നീ 2 മിനിറ്റ് മിണ്ടാതിരിക്കാവോ പ്ലീസ്? എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്. ഞാനെന്താ പറയണെന്ന് വെച്ചാ ചിലപ്പോൾ നിനക്ക് നേരത്തെ അറിയുന്നുണ്ടാവും. അറിയില്ലേ സൃഷ്ടി? പറ. മായപ്പൊൻവെയിലിൽ നാളം മിഴിയാറിയും വിൻസൻ. അത് എനിക്കറിയില്ല അത് എനിക്കറിയാമോ ഇല്ലേന്ന്. പക്ഷെ നീ പറ, നീ എന്താ പറയാൻ ആഗ്രഹിക്കുന്നേ? സൃഷ്ടി, ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് നിന്നോട്. സമീർ മോനെ, ഞാനാ. ചായ തണുത്ത് പോണ്ടാന്ന് വെച്ചിട്ട് അത് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. താങ്ക് യു സലാൻഡി, താങ്ക് യു. ആ, ഇവളെ ആരും സഹായിക്കുന്നുണ്ടായിരുന്നില്ല. സൃഷ്ടി, ഇവനിപ്പോ വന്നതല്ലേ, നീ ഇവനെ സഹായിക്കണം. പിന്നെ കൂടുതൽ ബുദ്ധിമുട്ടിച്ചേക്കരുത്, സമ്മതിച്ചോ? ചായ കുടിക്കും മോനെ. താങ്ക് യു. ആ, അധികം ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. ആ, നിനക്കെന്താടി പറ്റിയത്? എന്താ ടെൻഷനാവാൻ മാത്രം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതെല്ലാം എന്തുകൊണ്ടാണ് എനിക്ക് സംഭവിക്കുന്നതെന്ന്. എന്നുവെച്ചാ പൃഥ്വിയേട്ടൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുമ്പോ എനിക്കറിയാം. അവൻ വരും, നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുകയും ചെയ്യും. നീ എഴുതി വെച്ചോ, ഒരു ചോദ്യത്തിന് പോലും അവന് മറുപടി തരാൻ കഴിയില്ല. യെസ്, പിന്നെ ഷേളിനെ നമ്മൾ ഉറപ്പായിട്ട് എക്സ്പോസ് ചെയ്യും. നീ കണ്ടോ പ്രീത, ഈ കാര്യം പ്രൂവ് ചെയ്യും നമ്മള്. ആ നെക്ലസ് ഷേളിന്റെ ആണെന്ന് നീ നോക്കിയോ. അവളെ കുറിച്ച് കൊടിയിൽ അവള് തന്നെ വീഴാൻ പോകുന്നേ. പിന്നെ പൃഥ്വി, അവനിത് വളരെ വലിയൊരു അടിയായിരിക്കും. യെസ്, പിന്നെ പ്രീതാർക്കൽ നീയും റെഡി ആയിക്കോ. ഈ മോശം ബന്ധം ലൈഫിൽ നിന്ന് മാറ്റാൻ വേണ്ടി എന്നേക്കുമായിട്ട് ഗുഡ് ബൈ പറയേ പൃഥ്വി ദ ചീറ്ററിനോട്. വാട്ട്? നീ എന്തിനാ കരയുന്നേ? എല്ലാം ഓക്കെ അല്ലേ പ്രീത? എന്തൊക്കെയാണെന്ന്
എല്ലാവരും എന്നോട് എന്താ പറഞ്ഞിരുന്നത്? ഈ ബന്ധം എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആണെന്ന്, പൃഥ്വി വളരെ നല്ല മനുഷ്യനാണെന്ന്. ഇതിന്റെ എന്ത് കാര്യം ഉണ്ടായിരുന്നു? നിശ്ചയത്തിന് ശേഷം പോലും അദ്ദേഹം വേറൊരു പെൺകുട്ടിയുമായി. അയ്യോ എന്റെ ദൈവമേ. എനിക്ക് എന്താ തോന്നുന്നതെന്നറിയോ? പൃഥ്വിയേട്ടന് ചിലപ്പോ എന്നെ ഇഷ്ടമല്ലായിരിക്കും. ഇങ്ങനെയും സംഭവിക്കാമല്ലോ. എന്നിൽ എന്തെങ്കിലും കുറവുണ്ടാവും. ഒരു കുറവല്ല, ഒരുപാട് കുറവുകളുണ്ടാവും. നിനക്ക് ഒരു കുറവുമില്ല വേണേ, ഒറ്റ കുറവ് പോലും ഇല്ല. പിന്നെ ഇതൊക്കെ സംഭവിക്കുന്നത് നല്ലതിനല്ലേ? സമയമായപ്പോ പൃഥ്വിയുടെ തന്നെ പുറത്തു വരുന്നത്. ഇതിൽ സന്തോഷിക്കാൻ എന്താ ഉള്ളത്? ഏതാളെയാണോ ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്? അവൻ വേറെ വേറെ ആരെയോ പ്രീത, നീ ഇങ്ങോട്ട് നോക്ക, എന്റെ മുഖത്തേക്ക് നോക്ക. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഐ മീൻ, ഈ ചോദ്യം കുറെ ആമ്പിളാര് കുറെ പെമ്പിളാരോട് ഒരുപാട് തവണ ചോദിച്ചായിരിക്കും. പക്ഷെ ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്കുന്നേ. ഈ സംഭവിക്കുന്നതൊക്കെ നമുക്ക് രണ്ടുപേർക്ക് നല്ലതിനു വേണ്ടിയാ. കാരണം നിനക്ക് ദുഃഖം മാത്രം ലഭിക്കുന്ന മോശം ബന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കാതെ ഞാൻ പറഞ്ഞു വരുന്നത്. എനിക്കും അതായിരിക്കും നല്ലത്. കാരണം എനിക്കെന്നെ സുഹൃത്ത് വിഷമിച്ചിരിക്കുന്നത് കാണാൻ കഴിയില്ല. കാത്തിരുന്ന് കാത്തിരുന്ന് പുഴമിലിഞ്ഞു കടവൊഴിഞ്ഞു കാലവും കടന്നു പോയി വേനലിൽ ദലങ്ങൾ പോൽ വളർന്നു പോയി. തലയിലെടുത്ത് എന്താണോ അതേ സംഭവിക്കൂ. പ്രീത, തടയാൻ പറ്റില്ലല്ലോ. എടി, അമ്മയുടെ കോൾ. സ്മൈൽ ചെയ്യ. ഹലോ. ആ പ്രീത, ഞാൻ നിന്നോട് പറയാൻ തന്നെ മറന്നുപോയി. പൃഥ്വിയുടെ അമ്മയുണ്ടല്ലോ, അവര് നിനക്ക് വേണ്ടി കുറച്ച് ഗിഫ്റ്റുകൾ അയച്ചിട്ടുണ്ട്. കുറച്ച് സാരികളും പിന്നെ അവര് ആ ഡ്രസ്സുകളും അയച്ചിട്ടുണ്ട്. അത് പിന്നെ അന്ന് ആ ഹൽദി ചടങ്ങിന് ഇട്ടത്. മോളെ, അവർ ഇത്രയൊക്കെ ചെയ്യുന്നുണ്ട് ആദ്യം മുതൽ തന്നെ. ഞാൻ ആലോചിക്കായിരുന്നു, അവർക്ക് വേണ്ടി നമ്മളും നല്ല ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ്ടേ? ഒരു കാര്യം ചെയ്യ്, നീ പറ. അവർക്ക് നല്ല സാരി വാങ്ങിക്കൊടുക്കണോ അതോ സ്യൂട്ടോ? എവിടുന്ന് വാങ്ങിക്കൊടുക്കണം? നിനക്കല്ലേ കൂടുതൽ അറിയുന്നേ. അത് ഞാൻ ആലോചിക്കായിരുന്നു, ഒന്ന് പുറത്തു പോയിട്ട് ഷോപ്പിംഗ് ചെയ്ത് തിരിച്ചു വന്നാലോ? ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ അമ്മയോട് ഞാനിപ്പോ പറയണോ? വേണ്ട വേണ്ട, അമ്മ ഇന്ന് വളരെ സന്തോഷവതിയാ. കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നത് വരെ അമ്മയെ വിഷമിപ്പിക്കണ്ട. ആ അമ്മേ, ഞാൻ അതിനെക്കുറിച്ചൊന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. എന്നാ ആലോചിക്കുന്നേ. വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അപ്പുറത്തെ വീട്ടിലെ ശങ്കരേട്ടന്റെ മോളുടെ കല്യാണത്തിന് 6 മാസം മുമ്പ് തന്നെ ഒരുക്കങ്ങൾ തുടങ്ങി. നമുക്കാണെങ്കിൽ ദിവസങ്ങൾ കുറച്ചേ ഉള്ളൂ. ഇനി എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണം? ഇന്ന് പോയിട്ട് കുറെയെങ്കിലും വാങ്ങണം. പിന്നെ പൃഥ്വിയുടെ അമ്മയ്ക്ക് വേണ്ടി എന്തെല്ലാം വാങ്ങണോ അതെല്ലാം വാങ്ങണം. പിന്നെ കല്യാണം തലയ്ക്ക് മുകളിൽ വന്നാ പിന്നെ എന്നെ കൊണ്ടൊന്നും കഴിയുമെന്ന് തോന്നില്ല. എല്ലാം മറന്നു പോകും, എന്റെ കയ്യിൽ നിന്ന് എല്ലാം പോകും. എന്തായാലും ലിസ്റ്റ് ഉണ്ടാക്കിട്ട് പോകാം. എന്നാൽ എന്തെങ്കിലുമൊക്കെ കാര്യം മറന്നു പോകും. എന്നാ ശരി, നീ ആലോചിച്ചിട്ട് പറ, അവർക്ക് വേണ്ടി എന്തൊക്കെ വാങ്ങണമെന്ന്. അവന്റെ ബന്ധുക്കൾക്ക് വേണ്ടി, അവന്റെ അമ്മയ്ക്ക് വേണ്ടി, പൃഥ്വിക്ക് വേണ്ടി, അതൊക്കെ നീ നോക്കിയിട്ട് പറഞ്ഞാ മതി. ഞാനിപ്പോ എന്തായാലും പോവാ. നിനക്ക് ഓർമ്മ വരുമ്പോ നീ എന്നെ വിളിച്ചാ മതി. ശരി. പ്രീത, നീ ബിസിയാണോ? കിരണിന്റെ അച്ഛമ്മയുടെ കാലിന് കൂടുതൽ വേദന ഉണ്ടോ? ആ ഇല്ലമ്മേ, അച്ഛമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. അമ്മ ഒട്ടും ടെൻഷൻ ആവണ്ട. അപ്പൊ ശരി മോളെ, എന്നാ ഞാൻ പോയിട്ട് വരാം. ഓക്കേ, ശരി മോളെ, അപ്പൊ വന്നിട്ട് കാണാം. ബൈ മോളെ. എന്താ ആന്റി പറഞ്ഞേ? ഇല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഓക്കെ ഡാൻ, നുണയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി സത്യം പറയാം, ആന്റി എന്താ പറഞ്ഞേ? അമ്മ പറയുമായിരുന്നു കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യണമെന്ന്. അതുകൊണ്ട് അവര് ഷോപ്പിങ്ങിന് വേണ്ടി പോവുക. പിന്നെ നീ എന്താണ് ആന്റിയോട് ഇതൊക്കെ പറയാതിരുന്നത്? ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ച കാര്യം കാരണം ഇപ്പൊ ഒന്നും കൺഫേം ആയിട്ടില്ലല്ലോ. ഒരു തവണ പൃഥ്വിയോട് ഒന്ന് വന്നോട്ടെ, എല്ലാം ക്ലിയർ ആവട്ടെ. കിരൺ അമ്മ ഇപ്പൊ വളരെ സന്തോഷത്തിലാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവർക്ക് ടെൻഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. നീ വളരെ പേടിത്തൊണ്ടിയടി പ്രീത അറക്കൽ. നീ സത്യം അക്സെപ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല. മനസ്സിലായോ നിനക്ക്? കിരൺ അവരെന്റെ അമ്മയാ. എടാ, മറ്റേതെങ്കിലും പെണ്ണായിരുന്നു. നീ മറ്റേതെങ്കിലും പെണ്ണല്ല പ്രീത. എനിവേസ്, ആ വൃത്തിയായിട്ടൊന്ന് തനിനിറം പുറത്തു വരാൻ പോവാ. വൃത്തി ഇപ്പൊ എത്തും. കം.
എത്ര ടൈം എടുക്കും ആ പൃഥ്വി? ഇതുവരെ വന്നില്ലല്ലോ. ആ ചിലപ്പോ പേടിച്ചു കാണും അവൻ. നേരത്തെ ഇവിടെ വന്നിട്ട് തിരികെ പോകാനും മടിക്കില്ല. ഓ വെൽക്കം. നിനക്കറിയാമോ എന്തിനാ നിന്നെ ഇന്നിവിടെ വിളിച്ചു വരുത്തിയെന്ന്? ഓ പാവം അറിയില്ല, എന്തോ ചോദിക്കുന്നുണ്ട്. വേഗം പറയും. കിരൺ, നിന്നെ ഇവിടെ എന്തിനാ വിളിപ്പിച്ചെന്നറിയോ? ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്, എന്നതിന് മറുപടിയില്ല. അതിന്റെ മറുപടി ചിലപ്പോ നിന്റെ കയ്യിലുണ്ടാവും. നോക്ക്, എനിക്കാകെ ഇത്രേ അറിയത്തുള്ളൂ. എന്തോ ഇമ്പോർട്ടന്റ് കാര്യത്തിന് വേണ്ടിയാണ് എന്നെ ഇവിടെ വിളിച്ചു വരുത്തിയെന്ന്. പിന്നെ ആ ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്നാ പിന്നെ കാര്യങ്ങളധികം വളച്ചൊടിക്കാതെ ഞാൻ നിന്നോട് സിമ്പിളായിട്ട് നിങ്ങൾ ചോദിച്ചേക്കും. എനിക്കതിന്റെ സിമ്പിൾ മറുപടി തന്നാ മതി. നിനക്ക് ഷെർലിനുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ?